ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് തിരുവോണമല്ലേ, എല്ലാതും ഉണ്ടാക്കി ഒക്കെ ഒന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങളിന്നൊരു പാലടപ്രഥമ ഉണ്ടാക്കാനുള്ള അതാണ് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നത്. 250 അട എടുത്തിട്ടുണ്ട്. അത് കഴുകി തിളച്ച വെള്ളത്തിലിട്ടിട്ട് ആദ്യം നല്ല തീയിൽ തിളപ്പിക്കുക. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ചെറിയ തീയിലും തിളപ്പിച്ചിട്ട് കുറച്ച് നേരം അടച്ച് മൂടി വെച്ച് മാറ്റി വെച്ചതാണിത്. അതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി എടുക്കണം. കഴുകി എടുത്തിട്ട് അത് വെള്ളം വാരാൻ വെക്കണം. വെള്ളം വാർന്നതിന് ശേഷം, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാൻ മാത്രം, അറിയാത്തവർക്കും ഇത് കണ്ട് ചെയ്യാലോ. അപ്പോൾ ഞാനിത് കഴുകി വാര വയ്ക്കട്ടെ. ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്യണം. അത് കാണിച്ചു തരാം. 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട്. രണ്ട് 3 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്യണം. നല്ല കളറ് കിട്ടാനാണ് പായസത്തിന്, ചുവപ്പ് കളറ് കിട്ടാനാണ്. ഇപ്പോൾ ഒരു കുക്കറിലാണ് വെക്കണത്. കുറച്ചേ ഞങ്ങൾ 2-3 പേരുള്ളൂ. അപ്പോൾ അവർ കുറച്ചേ വേണ്ടുള്ളൂ. ഉരുളിയിലൊന്നും വെക്കാൻ ഇല്ല. ചെറിയ ഉരുളിയില്ല, വലിയ ഉരുളിയാണ്. ഈ കുക്കറിൽ കുറച്ച് വെച്ചിട്ടാണ്. ഈ കളറായിട്ട് വന്നിട്ടുണ്ട്. വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറേശ്ശെ മേലേക്ക് തെറിക്കും. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് അകലെ നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതിലേക്ക്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അട ഇട്ടിട്ട് വേവിക്കാം. അട ഇട്ട് കൊടുക്കുക. അട വെള്ളത്തിൽ കിടന്നിട്ട് നന്നായി വേവട്ടെ. നന്നായി വെള്ളത്തിൽ കിടന്ന് വെന്തിട്ട് നമുക്ക് പിന്നെ പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി വറ്റി വരട്ടെ. അപ്പോൾ അതാ അടയൊക്കെ വെന്ത് അത് വേറെ മാറ്റി വെച്ചു. എൻ്റെ അട വെന്തുണ്ടായിരുന്നില്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പാൽ ഒഴിച്ചെടുക്കാം. 250 ഗ്രാം അടയ്ക്ക് 3 ലിറ്റർ പാലാണ് വേണ്ടത്. ഈ പാലും പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടോളാം. അത് അളവൊന്നുമില്ല. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ കപ്പിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മധുരം വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി.
അട നന്നായി വെന്തതിന് ശേഷം പാലും പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അട ഇങ്ങനെ വെറുങ്ങലിച്ച് കിടന്നിട്ട് നമ്മൾ അട കടിക്കും. നല്ലപോലെ വേവിക്കണം ആദ്യം തന്നെ. ഞാൻ വേവിച്ചത് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വേവിക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഈ പാലിൽ ഞാൻ അത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ വേവിച്ച അട പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലും പഞ്ചസാരയും കൂടിയിട്ട് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു. പായസത്തിൻ്റെ ഈ കളറ് വരാൻ പാല് കുറുക്കിയിട്ട് കളറ് വരുത്തുക. അപ്പം അതിന് എളുപ്പമായിട്ട് നമ്മളിപ്പോൾ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുകയാണ് ചെയ്യണത്. ഒന്ന് തിളച്ച് വന്നാൽ കുറുകി പാകമാവും. കുറുകി വന്നതിന് ശേഷം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. കുറുകിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ അതാ നമ്മളെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് നെയ്യ്. അത് നല്ല പായസമായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാം. ആദ്യം കുറച്ച് അട കഴുകി വാര വെച്ച് ഒരു 250 ഗ്രാം അട കഴുകി വാര വയ്ക്കുക. എന്നിട്ട് വെള്ളം തിളപ്പിച്ച് അതിലിട്ടിട്ട് ആദ്യം തിളയ്ക്കുന്ന വരെ നല്ല തീയിൽ തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ച് അത് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം അത് നല്ല പച്ചവെള്ളത്തിൽ കഴുകി പിന്നെ അത് ഊറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ പായസത്തിൻ്റെ കളറ് കിട്ടാൻ വേണ്ടി ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് തിളച്ചാൽ പിന്നെ പാലൊഴിച്ചു കൊടുക്കുക. മധുരം പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാല് കട്ട പിടിക്കാതെയും പിരിയാതെയും അത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് പാല് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വാര വെച്ച അട ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്ത് അത് വെന്ത് കുറുകി ഇതായി പരുവാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഏലക്കായ 2-4 ഏലക്കായ പൊടിച്ചിട്ട് ലാസ്റ്റ് ഇതിൽ ചേർക്കണം. അങ്ങനെ പാലടപ്രഥമൻ തയ്യാറായി. നിങ്ങൾ വീട്ടിൽ ഇത് ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. ഞങ്ങൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.